ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ കിരൺ സരുവിന്റെയും ശാരിയുടെയും അരികിലേക്ക് വരികയാണ്. നിനക്ക് നിന്റെ അച്ഛനെ ഇപ്പോഴും സ്നേഹമാണോ? അയാൾ ചെയ്ത കൊള്ളരുതായ്മയൊക്കെ നീ ഇപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് സരുവിനോട് ചോദിക്കുമ്പോൾ, എത്രയായാലും അതെന്റെ അച്ഛനാണ്, എനിക്കത് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ നിന്റെ അമ്മ അത് എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നിനക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോര്, കൊല്ലാനല്ല സ്നേഹിക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. ശാരിയുടെയും സരയുടെയും മുന്നിൽ വെച്ച് സരയുന് അതൊട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണെങ്കിൽ പറയുന്നുണ്ട്, കിരണിന്റെ അമ്മയെ എത്രയോ വേദനിപ്പിച്ച് ജീവിതത്തിൽ വേദനിപ്പിച്ച ഒരാളാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്, അയാൾ അവിടെ തന്നെ കിടക്കേണ്ട ആള് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാർത്തികയും പിന്നെ നമ്മുടെ കാദംബരിയും കല്യാണിയും കൂടി തന്നെയാണ് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആ സമയത്ത് പ്രകാശൻ അവിടെ ഉണ്ടായിരിക്കും. പ്രകാശൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ പെൺമക്കളെ ഞാനിപ്പോൾ സ്നേഹിക്കുകയാണ്, അത് എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് ക്ഷമിക്കണം മക്കളെ, നിങ്ങൾ എന്നോട് തീയിൽ ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും ദേഷ്യമൊന്നും കാണിക്കാതെ സ്നേഹമുള്ള വാക്കുകൾ തന്നെയാണ് പെൺമക്കളുടെ വായിൽ നിന്നും പ്രകാശൻ കേൾക്കുന്നത്. അങ്ങനെ പ്രകാശൻ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ആ അമ്പലത്തിൽ നിന്നും വടിയും കുത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സന്തോഷ കണ്ണീര് തന്നെയാണ് പുറത്തേക്ക്. അങ്ങനെ അവൻ പോകുന്ന ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.